ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മോളെ അച്ഛൻ പറയുന്ന കേക്ക് മോളെ ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ല അച്ഛൻ പറയണേ. അതെന്താ മോള് മനസ്സിലാക്കാത്ത? ഞാൻ പോകില്ലെന്ന് പറഞ്ഞ പോകില്ല. നിനക്കെന്താ സത്യം പറഞ്ഞ മനസ്സിലാവില്ലേ? മോനെ, ഡോക്ടർ പറഞ്ഞാൽ അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. നിനക്കെന്താ അത്ര വാശി? എനിക്ക് എന്റെ അമ്മയെ കാണണം. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്കൊന്നുമില്ല. ദേ, ഈ മുറിവൊന്നുണങ്ങിയ എനിക്കിവിടെ നിന്ന് എഴുന്നേക്കാം. എനിക്കൊന്നും വരില്ല, ഞാൻ മരിച്ചു പോവില്ല. നമ്മളെ അങ്ങനെ തോൽപ്പിക്കാനാവോ? എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ വിഷ്ണുട്ടനപ്പം അവിടെ വരാൻ പറ്റിയേ. ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോ നമുക്ക് എന്ത് വരാനാ? ഒന്നും വരില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ വിഷ്ണുവേട്ടന്റെ ഒപ്പം വേണം. അത് സർവേശ്വരനറിയാം. അതുകൊണ്ട് എന്നെ കൊണ്ടുപോകാത്ത. അമ്മേ, നമുക്ക് എപ്പോഴാ ശാമാന്റി കാണാൻ പറ്റുക? അച്ഛൻ വരട്ടെ മോളെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. മോനെ, ശാലിനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് വേദനയുണ്ട്. അത് പിന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ എല്ലാരും ഇങ്ങനെ നിക്കണ്ട. അച്ഛാ, എനിക്ക് എന്റെ അമ്മയെ കാണണം. ഇപ്പൊ വേണ്ട മോളെ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ശാരദമ്മ, സത്യം പെപ്പിയും ഹോസ്പിറ്റലിൽ എടുത്താതെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പ്രത്യേകം പറഞ്ഞോള്. ഞാൻ പോകില്ല. അമ്മയെ കാണാതെ ഞാൻ ഒരിടത്തേക്കും പോകില്ല. അമ്മയോട് എനിക്ക് സംസാരിക്കണം. മോളെ, അമ്മയെ നമുക്ക് കാണാം. ഇന്ന് രാത്രി അവിടേക്ക് ആരും കടത്തിവിടില്ല. നോക്ക്, പപ്പയും ശ്യാമേന്റെ ഒക്കെ ഇല്ലേ, അപ്പൊ മോൾ അവരമ്മ വീട്ടിൽ പോ. നാളെ വന്നിട്ട് നമുക്ക് അമ്മയെ ഒരുമിച്ച് കാണാം. വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ എന്റെ അമ്മയെ കാണണം. എന്താ മോളെ, അച്ഛൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, എനിക്ക് എന്റെ അമ്മയെ കാണണം. വിഷ്ണു ഏട്ടാ, ഞാൻ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവയ്ക്കോളാം. അതോർത്ത് വിഷ്ണുവേട്ടൻ ടെൻഷൻ അടിക്കണ്ട. മോനെ, എത്ര ദിവസം ഇവിടെ കിടക്കണോന്ന് വല്ലതും മറ്റും? ഒന്നും അറിയില്ല ശാരദമ്മേ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതെന്നെ വലിയ സമാധാന. ഈശ്വര. അല്ല, നാളെ വീട്ടിൽ നിന്ന് വരുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവരണോ? അമ്മ, ഇനി എന്തായാലും 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരില്ലേ? എന്നാ പിന്നെ രാവിലെ ഞാൻ കുറച്ച് കഞ്ഞിയും കൂടെ കൊണ്ടുവരാം. പൊടിയേരി കഞ്ഞിയും ചമ്മന്തി ആവുമ്പോ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാമല്ലോ. എന്നാ പിന്നെ സമയം കളയണ്ട, നിങ്ങൾ ഇറങ്ങിക്കോ. പപ്പി, സത്യം വിളിക്ക. വാ സത്യേ, നമുക്ക് നാളെ വന്ന് ചേച്ചിയമ്മയെ കാണാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരില്ലെന്ന്. ഞാൻ എന്റെ അമ്മയെ കാണാതെ ഒരിടത്തേക്കും വരില്ല. മോളെ, നിർബന്ധം പിടിക്കാതെ. അമ്മയെ ഇപ്പൊ അവര് കാണിക്കില്ല. ഇല്ല, എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ, വെറുതെ വാശി കാണിക്കല്ലേ മോളെ. ഇതിനുള്ളിലേക്ക് ആരും കയറ്റി വിടില്ല. അമ്മയെ റൂമിലേക്ക് മാറ്റുമ്പോ മോക്ക് കാണാം. വരില്ലെന്ന് പറഞ്ഞ വരില്ല. നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. അമ്മേ, മോളെ അച്ഛൻ പറയുന്ന കേക്ക് മോളെ ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ല അച്ഛൻ പറയണേ. അതെന്താ മോള് മനസ്സിലാക്കാത്ത? ഞാൻ പോകില്ലെന്ന് പറഞ്ഞ പോകില്ല. നിനക്കെന്താ സത്യം പറഞ്ഞ മനസ്സിലാവില്ലേ? മോനെ, ഡോക്ടർ പറഞ്ഞാൽ അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. നിനക്കെന്താ അത്ര വാശി? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. മോളിങ്ങി വന്നേ.
വാ മോളെ, ശാരദാമ്മേ, അമ്മ. വാ. ശാരദാമ്മ ഒരു കാര്യം പറയട്ടെ. മോള് വാ. നല്ല കുട്ടിയല്ലേ? എനിക്ക് എന്റെ അമ്മയെ കാണണം. വന്നേ. എനിക്ക് അമ്മയെ കാണണം. എന്റെ സത്യമോളെ, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അമ്മയ്ക്ക് വയ്യാതെ കിടക്കല്ലേ. അതിനകത്തേക്ക് പിള്ളേരെ കയറ്റൂല. അതെന്താ മോൾക്ക് മനസ്സിലാവാത്തെ? എനിക്ക് അമ്മയില്ല, അച്ഛനും ഇല്ല, ആരുമില്ല. എന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ നാളെ വരത്തുമില്ല. പക്ഷെ ഞങ്ങള് നാളെ വരുന്നുണ്ട്, അല്ലേ അമ്മേ? ചേച്ചിയമ്മയെ കാണാൻ നമ്മൾ നാളെ വരുന്നില്ലേ അമ്മേ? ഞാൻ വരില്ല. വരില്ലെങ്കി വരണ്ട. പക്ഷെ എനിക്ക് എന്റെ മോളെ കാണാതിരിക്കാനാവില്ലല്ലോ. ഞാൻ വരും. അപ്പൊ എങ്ങനെയാ അമ്മേ? നമുക്കെല്ലാവർക്കും കൂടി നമ്മുടെ വീട്ടിലേക്ക് പോയാലോ? അത് വേണ്ട മോളെ. പപ്പിയും കൂട്ടി മോള് സത്യാമ്മയുടെ അടുത്തേക്ക് തന്നെ പോണം. വിഷ്ണുവും അവിടെ ഇല്ല. ഈ സമയത്ത് നീയും കൂടി മാറി നിന്നാൽ സത്യാമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനൊക്കില്ല. എന്തേലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അവര്. നമ്മളായിട്ടൊരു വഴി തെളിയിക്കണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പോവാം. കയറി ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും. വിഷ്ണുവേട്ടൻ കൂടി ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ ദേഷ്യം എന്നോട് തീർക്കുകയും ചെയ്യും. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നിന്നാ മതി. എത്രയൊക്കെ പറഞ്ഞാലും നിന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയ വീടാണത്. അത് കഴിഞ്ഞ് നിന്റെ സ്വന്തം വീടിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാവൂ. അമ്മളെ ഓട്ടോയ്ക്ക് കാശുണ്ടല്ലോ അല്ലേ? ഉണ്ടമ്മേ. എന്നാ പൊയ്ക്കോ. പോട്ടെ സത്യേ. അപ്പൊ നിങ്ങളുടെ വഴക്കൊക്കെ മാറിയോ? എന്നാലും നാളെ ഞാൻ വരില്ല. ഓ വരണ്ട. നമുക്കിപ്പൊ വീട്ടിലേക്ക് പോവാമോ? വാ. ശരി മോളെ. വാ മോളെ. ആശന് എന്താ പറ്റിയേ? ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളല്ലേ? ഏട്ടത്തമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ആശൻ കാണുകയും ചെയ്തു. പിന്നെന്താ പ്രശ്നം? ഞാൻ അപ്പോഴുള്ള ദേഷ്യത്തില് അവളോട് ദേഷ്യപ്പെട്ടു പോയതാ. കാത്തിരുന്ന് കിട്ടിയതാ അവളെ. അവൾക്ക് സങ്കടമായിട്ടുണ്ടാവും. നോട്ടെ, കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചോളാം. ഞാനൊന്ന് വിളിച്ചാ തീരുന്ന പിണക്കൊക്കെ അവൾക്ക് ഉണ്ടാവുള്ളൂ. അതല്ല ആശാനെ, എല്ലാ പ്രശ്നങ്ങളും കൂടെ ഒരു തലയിലേക്ക് വന്നു കയറുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അത് ശരി തന്നെയാ. പക്ഷെ നേരിട്ടല്ലേ നമുക്ക് പറ്റുള്ളൂ. എനിക്കറിയില്ല എന്താണെന്നറിയില്ല. നീ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നവും കൂടി ഒരുമിച്ച് വന്നോണ്ടായിരിക്കും. എന്റെ മനസ്സ് പിടിച്ചോടുത്ത് കിട്ടുന്നില്ല. കാര്യങ്ങളൊന്നും ശരിക്കും നടക്കുന്നുമില്ല. അതിന്റെ ഇടയിൽ അവളുടെ നിർബന്ധം കൂടെ ആയപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയതാ.